എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ്. അപ്പം ഞാനും കരുതി ഒന്ന് തുടങ്ങിയേക്കാന്ന്. അങ്ങനെ ലാസ്റ്റ് ഇയർ ജൂലൈയിൽ ഞാനും തുടങ്ങിയ ഒരു ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ. വേറെ പണിയൊന്നുമില്ലല്ലോ, കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വരുത്തിക്കുക, കുറച്ച് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഇട്ട് കൊടുക്കുക, അതങ്ങ് അയച്ചു കൊടുക്കുക സെയിലാവുകയാണെങ്കിൽ. കോൾ അടിച്ചില്ലേ. പക്ഷേ ഫോട്ടോസ് കണ്ടിട്ട് സാധനം എടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് പോയി തന്നെ അങ്ങ് എടുത്തേക്കാന്ന് കരുതി. നമുക്കൊരു കണ്ടന്റും കൂടി ആവുമല്ലോ. മാത്രമല്ല 10-200 രൂപയ്ക്ക് സാരിയും ചുരിദാറും മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് 10,500 രൂപ കയറ്റിയിട്ട് നമുക്കങ്ങ് കച്ചവടം പൊടി പൊടിക്കാമെന്ന് കരുതി അങ്ങനെ തുടങ്ങി. എൻ്റെ പൊന്നു മക്കളെ, ഓരോ ഹോൾസെയിൽ കടകളിലും കയറി ഇറങ്ങുമ്പോൾ ഓരോ മെറ്റീരിയൽസിൻ്റെയും സാരികളുടെയും ചുരിദാറിൻ്റെയൊക്കെ റേറ്റ് കേട്ട് ഞാൻ ഞെട്ടി. ഇതിലിനി ഞാനിങ്ങനെ പ്രോഫിറ്റ് ഇടുമെന്നായിരുന്നു അടുത്ത എൻ്റെ ചിന്ത. കാരണം ഹോൾസെയിൽ റേറ്റ് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. പിന്നെ ഞാനതിൽ പ്രോഫിറ്റ് കൂടെ ഇട്ടാൽ ആൾക്കാർ എൻ്റെ നിന്ന് മേടിക്കോ എന്നൊക്കെ ആയിരുന്നു ടെൻഷൻ കേട്ടോ. എന്നിരുന്നാലും ശരി, നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ചെറിയൊരു പ്രോഫിറ്റൊക്കെ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. വേറൊന്നുമില്ല കേട്ടോ, നിങ്ങളെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അതുവഴി നമുക്ക് പ്രൊമോഷൻ ചെയ്യാം. ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളല്ലേ, ആരെങ്കിലുമൊക്കെ വാങ്ങുമെന്ന് കരുതിയാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. സത്യം പറയാമല്ലോ, വീഡിയോ ഇട്ട് ഫസ്റ്റ് ഡേ എനിക്ക് ഒരു ഓർഡറും വന്നില്ല. മാനസികമായിട്ട് ഞാൻ തളർന്നു പോയട്ടോ. 1.5 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു വെച്ചേക്ക് ഒരു എൻക്വയറി പോലും വന്നില്ല. അടുത്ത വെരി നെക്സ്റ്റ് ഡേ മുതൽ എനിക്ക് എൻക്വയറീസ് വന്നു തുടങ്ങി. ആറ്റിങ്ങിൽ നിന്നാണ് ഒരു മാം എൻ്റെ ഇന്ന് ഫസ്റ്റ് സാരി എടുക്കുന്നത് കേട്ടോ. ആ തുടങ്ങിയ തുടക്കം എനിക്ക് ഇന്ന് വരെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാൻ വസ്ത്രം സ്റ്റോപ്പ് ചെയ്യാൻ കരുതി, കാരണം എനിക്കതിൻ്റെ പിറകെ നടക്കാനുള്ള ടൈമില്ല. സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊന്നും വേണ്ടാന്ന് കരുതി. പക്ഷേ എനിക്ക് എൻക്വയറീസ് ഒരുപാട് വീണ്ടും സാരീസിനെ പറ്റിയൊക്കെ വന്നപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇതിനൊന്നും മുറുക്കെ പിടിക്കാം, കളയണ്ട. ഒരാൾ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവർ പലരും ഉണ്ട്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്നതിനെ വേണ്ടാന്ന് വെച്ച് കളയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഈസിയല്ല. നമുക്കധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. ഇതേ 4 മണിയായി, ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയില്ല, ജ്യൂസാണ് കുടിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഷോപ്പിങ്ങിന് പോകുന്നു, റൂമെത്തിയപ്പോൾ 8 മണിയായി, വെളുപ്പിന് 2 മണിക്ക് വീട്ടിൽ നിന്ന് തിരിച്ചതാട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓണം ഷോപ്പിങ്ങിനായിട്ട് പോയതാണ്. കുറേയേറെ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോസിൽ കണ്ട കുറേയേറെ പോയിട്ടുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ വസ്ത്രയുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞു തരാം. കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, കാഞ്ചി കോട്ടൺ, സുങ്കുടി കോട്ടൺ, സെറ്റ് സാരി, പിന്നെ തെൻപട്ടി സാരി, ദെൻ കൊച്ചമ്പള്ളി സാരി, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. എന്തായാലും വസ്ത്രയിൽ ഓണം കളക്ഷൻസൊക്കെ കുറച്ചേറെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇത് മാത്രമല്ല വേറെ ഉണ്ട് കേട്ടോ, മെസ്സേജ് ഇട്ടാൽ മതിയേ.